ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു മൺഡേ മോട്ടിവേഷൻ ഡേ ആണല്ലോ. അപ്പോൾ ഞാൻ നിങ്ങളുമായി കുറച്ച് നേരം സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നല്ലേ, ഇന്ന് ഞാൻ നമ്മളെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്, അതായത് അമ്മമാരെക്കുറിച്ച്, ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാർ. കാരണം നമ്മളുടെ ഒരു സമൂഹത്തിൽ ഇപ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് അമ്മ കുഞ്ഞ് റിലേഷൻഷിപ്പ്. പ്രധാനമായിട്ട് നമുക്ക് വളരെ സങ്കടകരമായ വാർത്തകൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. പണ്ടൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വാർത്തകളാണത്. അതായത് അമ്മമാർ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു പോകുന്നു, കുഞ്ഞുങ്ങളെ ക്രൂരമായി അപായപ്പെടുത്തുന്നു. ഇതൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്തരം വാർത്തകളിലേക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ കണ്ണ് നിറയുന്ന വാർത്തകളാണ്. എന്തുകൊണ്ട് എങ്ങനെയെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, അതിലേക്ക് ഇപ്പം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എങ്കിലും മദേഴ്സിനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പം ഞാൻ 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ച അമ്മ തന്നെയാണ്. എൻ്റെ കുട്ടികളെല്ലാം ഇപ്പോൾ സെറ്റിൽഡാണ്, വിവാഹം കഴിച്ചു കൊടുത്തു. 2 പേരും, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ്, 2 പേരും സെറ്റിൽഡാണ്, മകനും മകളും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ബോധർ ചെയ്യേണ്ട ഒരു സ്റ്റേജിലല്ല ഇരിക്കുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാർ ധാരാളം നമുക്ക് ചുറ്റുമില്ലേ. അപ്പോൾ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും, ഞാൻ മക്കളെ വളർത്തിയപ്പോൾ ഉണ്ടായ എൻ്റെ അനുഭവങ്ങളിൽ നിന്നും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. കാര്യം ഞാൻ എന്തായാലും ഹാപ്പി ആയിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തി വിട്ടു. എങ്കിൽ പോലും നമ്മൾക്കും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തത് ശരിയായിരുന്നിരിക്കില്ല. ചിലപ്പോൾ ഇത് കുറച്ചുകൂടി നന്നായി എനിക്ക് ചെയ്യാമായിരുന്നല്ലോ എന്ന് തോന്നിയിട്ടുള്ള സന്ദർഭങ്ങളുണ്ടാകാം. അത് പിൽക്കാലത്തായിരിക്കാം ചിലപ്പോൾ തോന്നുക, ആ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള അങ്ങനെ പോരാ, കുറച്ചുകൂടി ചെയ്യാമായിരുന്നു എന്ന് തോന്നിയ വിഷയങ്ങളും അല്ലെങ്കിൽ ഞാൻ ചെയ്തതിൽ എനിക്ക് നല്ലതാണ് എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളുമൊക്കെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. കാര്യം അത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ അതെനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമായിരിക്കും. അപ്പോൾ ആർ യു എ ഗുഡ് മദർ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം. നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട കാര്യമാണ്. നല്ലൊരു അമ്മയായിരുന്നോ നിങ്ങൾ? അല്ലെങ്കിൽ നല്ലൊരു അമ്മയാണോ നിങ്ങൾ? നിങ്ങൾ നല്ല രീതിയിലാണോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്? അപ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് ജനറലി പറയുകയാണെങ്കിൽ, കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് അവർ നല്ലതെന്നോ ചീത്തയെന്നോ അങ്ങനെയല്ലല്ലോ. എല്ലാവരും ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായി നമ്മളുടെ കയ്യിലേക്ക് വരുന്നതാണ്. മദർഹുഡ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഒരു പക്ഷേ നമുക്ക് ചുറ്റും കുഞ്ഞുങ്ങൾ ഇല്ലാത്ത അതായത് ഒരു അമ്മയാകാൻ ആഗ്രഹിച്ചിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടാകും. അപ്പോൾ ദൈവം തന്ന ഒരു വരദാനമായിട്ട് തന്നെ വിചാരിക്കുക കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബ്ലെസ്സിങ് അതൊരിക്കലും ഒരു ബേർഡനല്ല, നമുക്കൊരിക്കലും അതൊരു ബാധ്യതയല്ല. പക്ഷേ കുഞ്ഞുങ്ങളെ കിട്ടിക്കഴിയുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ സാധാരണയായിട്ട് പണ്ടൊക്കെ ആണെങ്കിൽ എന്താ പറയുക, അമ്മമാർ, അതായത് സ്ത്രീകൾ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി ജോലിയെല്ലാം ഉപേക്ഷിച്ച് വീട്ടിലിരിക്കുന്ന ഒരു രീതിയാണ്. പക്ഷേ കാലഘട്ടം മാറി, ഇപ്പോൾ പഴയ രീതിയല്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ആർക്ക് വേണ്ടിയാണെങ്കിലും വീട്ടിലിരിക്കാൻ പറ്റുന്നൊരവസ്ഥ പലർക്കുമില്ല. സാഹചര്യങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാകാം. പണ്ടൊക്കെ സപ്പോർട്ട് സിസ്റ്റം ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മമാരുണ്ടാകാം, അമ്മായിമാരുണ്ടാകാം, മുത്തശ്ശിമാരുണ്ടാകാം, വീട്ടിൽ ആൾക്കാരുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകാൻ സ്ഥലമുണ്ടായിരുന്നു. ഇപ്പോൾ അതുപോലുമില്ല. എങ്കിൽ പോലും അമ്മമാർക്ക് ജോലിക്ക് പോകാണ്ടിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കാര്യം അങ്ങനെയാണ്, അവർക്ക് ജോലിക്ക് പോയാലേ പറ്റുള്ളൂ. പ്രൊഫഷണലായിട്ട് ഭാര്യയും ഭർത്താവും ജോലി ചെയ്താൽ മാത്രമേ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ വരും. അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ഡേ കെയറിലും സ്കൂൾസിലും ഒക്കെ വിടേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ എന്തായാലും കരിയർ ബിൽഡിങ്ങിൻ്റെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ പാരൻസിന്, എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, ചില പാരൻസിനെങ്കിലും അതായത് ഇപ്പോഴത്തെ ഒരു പോക്കനുസരിച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, കുട്ടികളുടെ കാര്യത്തിന് എത്ര ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും, പ്രൊഫഷൻ നോക്കണം, വീട്ടുകാര്യങ്ങൾ നോക്കണം, കുഞ്ഞുങ്ങളെ നോക്കണം. അപ്പോൾ ഈ ഒരു സ്ട്രെസ്ഫുൾ ലൈഫിനിടയിൽ പലപ്പോഴും കുട്ടികളെ വളർത്തൽ എന്നുള്ളൊരു കാര്യം എന്താ പറയുക, ഒരു ജോലി തീർക്കൽ പോലെ ആയി തീരുന്നില്ലേ എന്നൊരു സംശയം. അങ്ങനെ ആകുന്ന ഒരു സാഹചര്യമാണ്. കാരണം എന്താ വെച്ചാൽ അതിങ്ങനെ ജോലി തീർക്കുന്ന പോലെ ആകുകയെന്ന് വെച്ചാൽ, പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് എന്താ പറയുക, പ്രയോറിറ്റീസ് ഇല്ല എന്നല്ല, പ്രയോറിറ്റീസ് ഉണ്ടാകും. ആ പ്രയോറിറ്റീസ് എന്ന് പറയുമ്പോൾ അവരുടെ കാര്യത്തിൽ അവരുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കും. അവരെ വളർത്തി വലുതാക്കി ഒരു പൊസിഷനിലെത്തിക്കുക. അപ്പോൾ ഏറ്റവും നല്ല സ്കൂൾസ് ബുക്ക് ചെയ്യുക, ഏറ്റവും നല്ല ട്യൂഷൻസ് കൊടുക്കുക, അവരെ എന്തൊക്കെ കാര്യങ്ങൾക്ക് വിടണം, അവരെ സ്വിമ്മിങ്ങിന് വിടണം, അവരെ ബാഡ്മിൻ്റൺ പഠിപ്പിക്കാൻ വിടണം, അല്ലെങ്കിൽ ടെന്നീസിന് വിടണം, അവരെ ഹോഴ്സ് റൈഡിങ്ങിന് വിടണം, അല്ലെങ്കിൽ അത് വിടണം, ഇത് വിടണം, പിന്നെ എന്താ പറയുക, ഡാൻസ് ക്ലാസ്സിൽ വിടണം, വയലിൻ ക്ലാസ്സിൽ വിടണം, മ്യൂസിക്കിന് വിടണം. ഇങ്ങനെ കുട്ടികളെ നമ്മൾ തന്നെ ടാർഗറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി ടാർഗറ്റ്സ് ഫിക്സ് ചെയ്യുന്നു. അവരെന്താകണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അതിന് വേണ്ടിയിട്ട് അവരെ പ്രഷറൈസ് ചെയ്യുന്നു. ആ കാര്യത്തിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ അവരോടൊപ്പം ജീവിക്കാൻ മറക്കുന്നു. അതാണ് സത്യം. അങ്ങനെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫിലൂടെ കടന്നു പോകുമ്പോൾ അപ്പോൾ നമ്മുടെ പ്രയോറിറ്റീസ് പലപ്പോഴും കുട്ടികളെ എവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തത്രപ്പാടിലും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഓട്ടപ്പാച്ചിലുമാണ്. അങ്ങനെ വരുമ്പോൾ എന്താ പറയുക, കുഞ്ഞുങ്ങളെ വളർത്തിവിടുക എന്നുള്ളത് ഒരു മെക്കാനിക്കൽ പ്രോസസ്സായി മാറുകയാണ്. അപ്പോൾ എവിടെയാണ് ഇമോഷൻസ്?
എവിടെയാണ് അറ്റാച്ച്മെൻറ്റ്സ്? കുട്ടികൾ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയി പെട്ടെന്നാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. നമ്മുടെ കണ്ണിൻ്റെ മുന്നിലൂടെ പെട്ടെന്നാണ് ഓരോ സ്റ്റേജസും കടന്നു പോകുന്നത്. നമ്മളവിടെ എന്തൊക്കെയാണ് മിസ് ചെയ്യുന്നത്? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ മിസ് ചെയ്യും. അത് നമ്മൾ അപ്പം തിരിച്ചറിയില്ല. കുട്ടികൾ വളർന്ന് അവരെ നമ്മൾ ടാർഗറ്റിൽ എത്തിക്കാൻ വേണ്ടി അവരെ പുഷ് ചെയ്ത് അവരെ ടാർഗറ്റിൽ എത്തുന്നു. അവിടെ നിന്നും അവർ പറന്ന് മുകളിലേക്ക് പോകും. പിന്നെ അവർ തിരിച്ച് വന്നാലായി, വന്നില്ലെങ്കിലായി, അത്രയേ ഉള്ളൂ. അപ്പോൾ പാരൻസിന് പിന്നെ കുട്ടികളുമായിട്ടുള്ള ആ അറ്റാച്ച്മെൻറ്റ് അത് ബാക്കി ഉണ്ടാകുമോ? കുട്ടികളും അതുപോലെ തന്നെ വളരെ മെക്കാനിക്കലായിട്ടല്ലേ പാരൻസിനെ കാണുള്ളൂ. അവരും വളരെ ഫാക്ച്വലായിട്ട്, വളരെ പ്രാക്ടിക്കലായിട്ട് അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോകും. അപ്പോൾ തിരിഞ്ഞു നോക്കാനായിട്ട് അവർക്ക് സമയമുണ്ടാകുമോ? ഇതൊക്കെ ഒരു ചോദ്യമാണ് സത്യത്തിൽ. അപ്പോൾ നമ്മളൊരു ഗുഡ് പാരൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളിത് വളരെ നല്ല കാര്യമാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മളിങ്ങനെ പുഷ് ചെയ്ത് വിടുന്നത്. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മിസ് ഔട്ട് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോഴൊന്നും മനസ്സിലാവില്ല. ആ വളരുന്ന സ്റ്റേജിൽ നമ്മളെല്ലാവരും വളർത്തുന്നതിൻ്റെ ഒരു തിരക്കിലായിരിക്കും. പക്ഷേ ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ്, കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ഓരോ ഘട്ടവും, കുഞ്ഞുങ്ങളിങ്ങനെ കമിഴ്ന്ന് വീഴുന്ന സമയം തൊട്ട് അവർ എഴഞ്ഞു തുടങ്ങുന്നതും മുട്ടുകാലിൽ പോകുന്നതും പിച്ച വെച്ച് എഴുന്നേറ്റ് നടന്നു തുടങ്ങുന്നതും, അവരുടെ ഓരോ സ്റ്റേജും അവരാദ്യം സംസാരിച്ച് തുടങ്ങുന്നതും പിന്നീട് വീണ്ടും നന്നായി സംസാരിക്കുന്നതും, അവരുടെ ഓരോ കളി ചിരി കാര്യങ്ങളൊക്കെ ഓരോ സ്റ്റേജും നമ്മൾ ആസ്വദിച്ച് പോകണം എന്നാണ് ഞാൻ പറയുന്നത്. ആസ്വദിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇനി എത്ര ജോലി തിരക്കാണെന്ന് പറഞ്ഞാലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഓടി എത്രയും കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി കുഞ്ഞുങ്ങളായിരിക്കണം. ഓടി തിരിച്ചെത്തുക, അവരുമായി ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, അവരുടെ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ആസ്വദിക്കുക. ചിലപ്പോൾ നമുക്കതൊരു വലിയ ഭയങ്കര തിരക്കിലും സ്ട്രെസ്സിലും വീട്ടിൽ ജോലി ഭാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഇങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു നമുക്കൊരു ഇറിറ്റേഷനൊക്കെ ചിലപ്പോൾ തോന്നാം. പക്ഷെ അതൊന്നും സത്യം പറഞ്ഞാൽ ആ ഇറിറ്റേഷനൊക്കെ പിൽക്കാലത്ത് നമ്മൾ മിസ് ചെയ്യും. അതാണ് എൻ്റെ സത്യം. പിന്നീട് അവർ വളർന്ന് വലുതായി പോയി കഴിയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ആ കുട്ടികളായിരുന്ന ആ ഒരു കാലം നമ്മൾ വല്ലാണ്ട് മിസ് ചെയ്യും. അനുഭവം കൊണ്ട് പറയാണ്. അപ്പോൾ നമ്മൾ വല്ലാണ്ട് മിസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ആ ഓരോ ചെറിയ മൊമെൻറ്റ്സും ആസ്വദിച്ചു പോകണം. അത് ആണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ അറിയോ ഗുഡ് മദർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ആദ്യം എന്താ ചെയ്യണത്? ദേഷ്യം വരിക എന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ദേഷ്യം വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ നമ്മളുടെ സ്ട്രെസ്സ് കൊണ്ടാണ്. നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡപ്പ് ആണെങ്കിൽ, ജോലി ഭാരം, വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിലാരെങ്കിലും കുറ്റപ്പെടുത്താനുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ആരും കാണുന്നില്ലല്ലോ എന്ന് നമുക്ക് തന്നെ തോന്നും. നമ്മുടെ കുറ്റങ്ങൾ മാത്രം പറയുന്നത്. ഒരു പക്ഷേ ലൈഫ് പാർട്ട്ണർ തന്നെ ചിലപ്പോൾ നമ്മളെപ്പോഴും കുറ്റം പറയുന്ന ഒരാളായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് തോന്നാം, ചുറ്റുമുള്ള ആൾക്കാരും വീട്ടുകാരും ഒക്കെ. അങ്ങനെ മൊത്തത്തിലൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ഔട്ടായിരിക്കാം. അങ്ങനെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഇമോഷണലായിട്ട് ഭയങ്കര ദേഷ്യത്തിലിരിക്കുന്ന ഒരു സമയത്ത് ഈ ദേഷ്യം മുഴുവൻ ആരോടാണ് കാണിക്കുക? ഒരു പക്ഷേ ഭർത്താവിനോട് കാണിക്കാൻ പറ്റില്ല. ഭർത്താവ് നമ്മളോട് ദേഷ്യപ്പെട്ടാൽ നമ്മൾ തന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ കട്ടിൽ താഴെ ഇരിക്കുന്ന പാവപ്പെട്ട കുഞ്ഞായിരിക്കും, അവരോടായിരിക്കും കാണിക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതാണ് വരുന്നത്. അപ്പോൾ ഈ ആംഗ്രി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നൊരു അവസ്ഥയിൽ നിന്നും അത് ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് കുഞ്ഞുങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അവർ ഈ ഒരു ദേഷ്യവും ബഹളവും, പിന്നെ വീട്ടിലെപ്പോഴും ഹസ്ബൻഡും വൈഫും അടി കൂടുകയാണെങ്കിൽ, തല്ലുകൂടുന്നൊരു കുടുംബമാണെങ്കിൽ കുഞ്ഞുങ്ങൾ അത് കണ്ടല്ലേ വളരുന്നത്. അപ്പോൾ അവർക്ക് അപ്പോഴും ഇമോഷണലി അവർക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഒരു വലിയ ബേർഡനാണ്. അപ്പം ഏറ്റവും ആദ്യം വേണ്ട ഒരു നല്ല മദറാകാൻ വേണ്ടത് നമ്മുടെ ആങ്കർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ദേഷ്യത്തിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക. കാര്യം കുട്ടികളെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നോ അത് കണ്ടു പഠിക്കുന്നവരാണ്, അല്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കേട്ട് പഠിക്കുന്നവരല്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മളാണ് അവരുടെ റോൾ മോഡൽ. അപ്പോൾ അമ്മ എന്നുള്ളതൊരു റോൾ മോഡലാണ്. ആ അമ്മ എത്രത്തോളം നന്നായി ബിഹേവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നന്നായി ബിഹേവ് ചെയ്യണം കുഞ്ഞുങ്ങളുടെ ഫ്രണ്ടിൽ. നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. അത് നമ്മൾ ഒരു പക്ഷേ ഈ ഒരു പീരീഡിൽ കുഞ്ഞുങ്ങൾ വളരുന്ന സ്റ്റേജിൽ അറിയില്ലായിരിക്കാം. പക്ഷെ പിന്നീട് പിൽക്കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നും അയ്യോ അന്ന് കുറച്ചുകൂടി നല്ലൊരു ബിഹേവിയർ ആകാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്യാമായിരുന്നു എന്നൊക്കെ തോന്നാം. അപ്പോൾ ഈ ആങ്കർ മാനേജ്മെൻറ്റ് വളരെ പ്രധാനമാണ് ആ ഒരു കാര്യത്തിൽ. അപ്പോൾ കുട്ടികളുമായി നല്ല ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം. അതിൽ പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം അവരുമായി സ്പെൻഡ് ചെയ്യണം. പിന്നെ അവരുടേതായ ഒരു ലോകത്തേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. ആ ലോകമെന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു ടീനേജൊക്കെ പോയി കഴിയുമ്പോൾ അവരുടെ ഇഷ്ടങ്ങളും ഇൻട്രസ്റ്റുകളും എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തണം. ഇപ്പോൾ അവർക്ക് ഡാൻസാണ് ഇഷ്ടം, പാട്ടാണ് ഇഷ്ടം, അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ അവരായിട്ട് ഇപ്പോൾ ഡാൻസ് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഉടനെ ഒരു ഡാൻസ് ക്ലാസ്സിൽ കൊണ്ട് ചേർക്കുക മാത്രമല്ല, ആ ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ മോളുമായി അത് സംസാരിക്കണം, അല്ലെങ്കിൽ മോനുമായി അതിനെക്കുറിച്ച് സംസാരിക്കുക, ചർച്ച ചെയ്യുക. അവർക്ക് ചിലപ്പോൾ ഓരോ സ്റ്റെപ്സൊക്കെ വീട്ടിൽ വന്ന് അമ്മയുടെ ഫ്രണ്ടിലൊന്ന് ചെയ്ത് കാണിക്കാൻ ആഗ്രഹം ഉണ്ടാവും. അതെല്ലാം കാണാനായിട്ട് നമ്മൾ ഇരുന്ന് കൊടുക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുക. വി ഷുഡ് ഓൾവേസ് അപ്രീഷിയേറ്റ് ദം. നമ്മളുടെ സ്നേഹം നമ്മൾ അത്രയ്ക്ക് നമ്മൾ അവരോട് എക്സ്പ്രസ് ചെയ്യണം.
കാണിക്കണം. നമ്മൾ പറഞ്ഞാലല്ലേ അറിയുള്ളൂ. നമ്മുടെ ഉള്ളിൽ സ്നേഹം കൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? നമ്മളത് എക്സ്പ്രസ് ചെയ്ത് തന്നെ കാണിക്കണം. അപ്പോൾ അവരുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ അവരെന്താണ്, അപ്പോൾ വായനയാണ് ഇഷ്ടമുള്ളൊരു കുട്ടിയെങ്കിൽ, അവരുടെ ഒരു പാഷൻ വായനയിലേക്ക് പോവുകയാണെങ്കിൽ ആ അമ്മ എന്താ ചെയ്യേണ്ടത്? ആ മോളുമായിട്ട് വായനയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക, മോൾ വായിച്ച പുസ്തകങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാം, മോൾക്ക് വേണമെങ്കിൽ ആ സ്റ്റോറി അമ്മയുമായി ഷെയർ ചെയ്യാം, അത് കേട്ടുകൊണ്ടിരിക്കുക, നല്ലൊരു ലിസണറായി മാറുക. അപ്പോൾ ഇതിനെല്ലാം സമയം കണ്ടെത്തണം. അങ്ങനെയാണ് നമ്മൾ കുഞ്ഞുങ്ങളായിട്ടൊരു ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ അമ്മ മകൻ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അമ്മ മകൾ റിലേഷൻഷിപ്പ് അത്രയും ശക്തമാക്കി കൊണ്ടുവരേണ്ടത് അവിടെയാണ്. അപ്പോൾ ആ കുഞ്ഞിന് അമ്മയോട് എന്തും തുറന്നു പറയാനും സ്നേഹിക്കാനും ഉള്ളൊരു മനസ്സുണ്ടാകും. അപ്പോൾ അമ്മ എന്നുള്ളത് അവരുടെ മനസ്സിൽ അത്രയ്ക്ക് ഡീപ്പായിട്ട് അവരുടെ ഒരു ഫ്രണ്ടായി മാറുന്നത് ആ രീതിയിലാണ്. അപ്പോൾ ഒരു പക്ഷേ പുറത്തുള്ള ഒരാളുമായിട്ട് ഒരു ഫ്രണ്ടിനോട്, അതായത് ഏറ്റവും അടുപ്പമുള്ള അല്ലെങ്കിൽ ഏറ്റവും മനസ്സിനോട് ഏറ്റവും അകത്ത് കിടക്കുന്ന ഇന്നറായിട്ടുള്ള ഫീലിങ്സ് പോലും വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് പകരം അത് ഷെയർ ചെയ്യാനായിട്ട് അമ്മയോട് വരും. പക്ഷെ അമ്മ ഒരു ഫ്രണ്ട് ആവുകയാണ് അവിടെ, അല്ലാതെ അമ്മ ഉടനെ അവിടെ ഇരുന്ന് ജഡ്ജ്മെൻറ്റിലാവാൻ പാടില്ല. അതാണ് വേറൊരു പോയിന്റ് എനിക്ക് പറയാം. ഒരിക്കലും ജഡ്ജ്മെൻറ്റിലാകരുത്. ജഡ്ജ്മെൻറ്റിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ വിലയിരുത്തുന്നതായിട്ട് അവർക്ക് തോന്നരുത്. നമ്മളവരെ കുറ്റം പറയരുത്, ഒരിക്കലും ബ്ലെയിം ചെയ്യരുത്. അവരോട് സംസാരിക്കുമ്പോൾ വളരെ അവരുടെ ഒരു ഫ്രണ്ടായിട്ടിരുന്നാൽ നമ്മൾ ഒരിക്കലും കുറ്റം പറയേണ്ട ആവശ്യമില്ല. നമ്മൾ അവരുമായിട്ട് അവരുടെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഇറങ്ങി വരണം. നമ്മുടെ പ്രായവും ഒക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും, അവർക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല. എന്നാൽ നമ്മുടെ ആ കുട്ടിത്തം നമ്മൾ നഷ്ടപ്പെടാതെ അവരുമായി ഷെയർ ചെയ്യാനായിട്ട് നോക്കണം. അപ്പോൾ ഒരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് ആ കളിയിലെല്ലാം നമ്മൾ ഇൻവോൾവ് ആവണം. അവരേതെങ്കിലും ഗെയിം കളിക്കുകയാണെങ്കിൽ അതിൽ നമുക്കും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആൺകുട്ടികളാണ്. പിന്നെ മൂവീസ് കാണുകയാണെങ്കിൽ വീട്ടിലിരുന്ന്, ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആകാം, ആമസോൺ പ്രൈം ആവാം, എന്താകാം, അല്ലെങ്കിൽ സാധാരണ മൂവീസ് ഏതെങ്കിലും എന്താ പറയുക ഹോട്ട്സ്റ്റാറിലോ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്താണെങ്കിലും നമ്മളും കൂടെ അവരോടൊപ്പം ചെന്നിരുന്ന ആ സിനിമ എൻജോയ് ചെയ്യുക. അവരൊരു മ്യൂസിക്കാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ആ പാട്ട് ആസ്വദിക്കുകയാണെങ്കിൽ അവരുമായി അത് പറയുക, ഷെയർ ചെയ്യുക, നമ്മൾ നമ്മുടെ ഇൻട്രസ്റ്റുകളും അതിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയാണ് നമ്മൾ അവരുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. അങ്ങനെ കണക്ട് ചെയ്ത് തന്നെ പോകണം. അപ്പോൾ ഏത് കാര്യത്തിനും നമ്മൾ അവരോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് കൊടുക്കുക. അപ്പോൾ ആസ് എ ഗുഡ് മദർ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സ്വയം എല്ലാ ദിവസവും നമ്മളൊരു തീരുമാനം എടുക്കണം. ഇന്ന് ഞാൻ ദേഷ്യപ്പെടില്ല. നമുക്ക് ദേഷ്യം വരുന്ന ആളായിരിക്കും, പക്ഷേ നമ്മൾ സ്വയം ഒരു തീരുമാനത്തിലെത്തണം. നമ്മൾ ഇന്ന് ദേഷ്യപ്പെടില്ല, മോളോട് ദേഷ്യപ്പെടില്ല, അല്ലെങ്കിൽ മോനോട് ദേഷ്യപ്പെടില്ല. അത് അവരുമായിട്ട് പങ്കിടുകയും ചെയ്യണം. ഞാൻ ഇന്ന് മോനെ നിന്നോട് ദേഷ്യപ്പെടാനേ പോകുന്നില്ല, ഞാൻ ഇനി നിന്നോട് ദേഷ്യപ്പെടില്ല, എന്ത് കാര്യമാണെങ്കിലും ദേഷ്യപ്പെടില്ല എന്ന് പറയും. അപ്പോൾ തിരിച്ച് മകനും അതുപോലെ അല്ലെങ്കിൽ മകളും അതുപോലെ, ഇനി അമ്മയായിട്ട് ഗുസ്തിക്ക് ഞങ്ങൾ വരുന്നില്ല, നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്നിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിലെത്താം എന്ന് പറയാം. അപ്പോൾ ആ തീരുമാനം ആരാണ് അത് ബ്രേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് ആ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നതെന്ന് വാച്ച് ചെയ്യുക. എന്നിട്ട് നമ്മളത് ചെറിയൊരു എന്താ പറയുക ഒരു മൈൽഡ് റിമൈൻഡർ പോലെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ഓർമ്മിപ്പിക്കുക. അപ്പോൾ ഒരു തരം എന്താ പറയുക ഒരു കോൺസ്പിറസി പോലെ നമ്മൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണത് മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ ചെറിയ കാര്യങ്ങളുമായി നമ്മൾ അവരുമായിട്ട് ഇമോഷണലി അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അമ്മയോട് പറയാൻ പറ്റാത്തതായിട്ട് ലോകത്തൊരു കാര്യമില്ലെന്ന് മകനായാലും മകൾക്കായാലും തോന്നുന്ന ഒരവസ്ഥ. അപ്പോൾ യു ഹാവ് ടു ബി എ ഗുഡ് ഫ്രണ്ട് ടു യുവർ ചിൽഡ്രൻ. അതാണ് അമ്മ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എന്ത് ജോലി ആയിക്കോട്ടെ, നമ്മൾ എത്രയോ ബിസിയുള്ള ആൾക്കാരായിക്കോട്ടെ, പക്ഷേ ഏറ്റവും കൂടുതൽ സമയം മക്കളുമായി സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കണം. ബാക്കി സമയങ്ങളെല്ലാം അപ്പോൾ കാര്യം നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയാലും അൾട്ടിമേറ്റ്ലി നമ്മുടെ മക്കൾക്ക് നമ്മളൊരു ഇമോഷണൽ സപ്പോർട്ടോ അവർക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തർത്ഥമാണുള്ളത്? നമ്മുടെ നേട്ടങ്ങൾക്കൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പം നമ്മൾ കുറേ ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഒരുപാട് ഗിഫ്റ്റ് കൊടുക്കുന്നതിലല്ല കാര്യം, നമ്മുടെ പ്രസൻസാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള എന്താണ്? നമ്മുടെ പ്രസൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാന്നിധ്യമാണ്, അല്ലാതെ കുറേ പണമോ അല്ലെങ്കിൽ കുറേ പാരിതോഷികങ്ങളോ ഒന്നുമല്ല. അതൊന്നും അല്ല വേണ്ടത്. അവർക്ക് വേണ്ടത് ലവാണ്, സ്നേഹം. ആ സ്നേഹം വീട്ടിൽ കുറവാകുമ്പോഴാണ് അവർ പുറത്തേക്ക് അന്വേഷിച്ച് പോകുന്നത്. ആ സ്നേഹം വീട്ടിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് പുറത്ത് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അതൊരു കപ്പിളായിട്ട് നിന്ന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള സ്നേഹം കണ്ട് കുട്ടികൾ വളർന്നാൽ അവരും അതുതന്നെയായിരിക്കും അവരുടെ ഫ്യൂച്ചറിൽ അവരുടെ ഭാര്യയോടോ ഭർത്താവിനോടോ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫാമിലിയിലും അങ്ങനൊരു കെട്ടുറപ്പുണ്ടാവും. പക്ഷെ അതൊരു പക്ഷേ എല്ലാവർക്കും എല്ലാ പാരൻസിനും അത് കൊടുക്കാൻ പറ്റിയെന്നിരിക്കില്ല. നമ്മളിപ്പോൾ സിംഗിൾ പാരൻസിനെ കുറിച്ചും ആലോചിക്കണം. സിംഗിൾ പാരൻസും കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നില്ലേ, അപ്പോൾ അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് വേണ്ടേ. അപ്പോൾ ആ അമ്മ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫായിരിക്കും ലീഡ് ചെയ്യുന്നത്, ഒറ്റയ്ക്കുള്ള ജീവിതമായിരിക്കും, കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരണം, പല കാര്യങ്ങളായിരിക്കും. പക്ഷേ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും കുഞ്ഞിനോട് കാണിക്കരുത്, കുഞ്ഞിനോട് റിലേറ്റ് ചെയ്ത് തന്നെ പോകണം, അവർക്ക് പ്രയോറിറ്റി കൊടുക്കുക. നമ്മുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. അതിന് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, പിന്നെന്താ പറയുക യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക, പിന്നെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നമ്മുടെ സ്ട്രെസ്സ് സ്ട്രെയിന് മുതലായ കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മളെ നോക്കാതിരിക്കുന്നതും ഒരു പ്രധാന കാര്യമാണ്.
അപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു പക്ഷേ നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ടാകാം, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടാകാം, അവർക്ക് ടിഫിൻ കെട്ടി കൊടുത്തയക്കാം, അവരുടെ വെൽബീയിങ് എല്ലാ കാര്യങ്ങളും ഫിസിക്കലി നോക്കുന്നുണ്ടാകാം, ആ ഫിസിക്കൽ വെൽബീയിങ്ങിന്. പക്ഷേ അമ്മയുടെ ആരോഗ്യം നോക്കാതെ ആയിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. അത് പാടില്ല. നമ്മൾ നമ്മുടെ പ്രയോറിറ്റിയും കൂടി അവിടെ വയ്ക്കണം. കുഞ്ഞിന് ആഹാരം എടുക്കുന്നതോടൊപ്പം നമ്മൾ കഴിക്കാൻ മറക്കരുത്. നമ്മളും പോഷകാഹാരങ്ങൾ കഴിക്കണം, നല്ല ഭക്ഷണം, നല്ല ശീലങ്ങൾ, നമ്മുടെ ഹൈജീൻ, എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. എന്നാലേ നമ്മൾ ഫിസിക്കലി ഹെൽത്തി ആയിരുന്നാലേ മെൻ്റലിയും ഹെൽത്തി ആവുള്ളൂ. അപ്പോൾ സ്ട്രെസ് അവിടെയും കുറച്ച് കുറയും. അപ്പോൾ മെൻ്റൽ സ്ട്രെസ് ആൻഡ് ഫിസിക്കൽ സ്ട്രെസ് ഇത് രണ്ടും ഒഴിവാക്കിക്കൊണ്ടുള്ള ജീവിതമായിരിക്കണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അങ്ങനൊരു ജീവിതമാണെങ്കിൽ നമ്മൾ കുട്ടികളുമായിട്ട് കുറച്ചുകൂടി ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്കൊരു മാനസികമായ ഒരു ആരോഗ്യം, ഫിസിക്കലായിട്ടുള്ളൊരു ആരോഗ്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെയാണ് നമ്മളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ഫസ്റ്റ് പ്രയോറിറ്റി മീൻസ് ഓൾവേസ് ചിൽഡ്രൻ. അതിനപ്പുറത്തേക്ക് ലോകത്തൊന്നുമേ ഇല്ല. അവരില്ലെങ്കിൽ നമ്മളില്ല. നമ്മൾക്ക് അവർ വഴിയാണ് നമ്മളുടെ എന്താ പറയുക, നമ്മളാണ് അവർ. അപ്പം നമ്മൾ വി ആർ ദ റോൾ മോഡൽസ്. നമ്മുടെ ജീവിതത്തിലൂടെയാണ് അവർ പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവരെന്താകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ അതുപോലെ ആകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ. അപ്പോൾ അവർ ബാഡ് ഹാബിറ്റ്സ് ഒന്നും ഉള്ള ആൾക്കാരാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ബാഡ് ഹാബിറ്റ്സ് ഉള്ള ആളാവാൻ പാടില്ല. അപ്പോൾ അത്തരം ശീലങ്ങൾ, നല്ല ശീലങ്ങൾ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ കുഞ്ഞുങ്ങൾ അത് കണ്ടുപിടിക്കും. എന്നിട്ട് അവരുമായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. സോ ലവ് യുവർ ചിൽഡ്രൻ, യു വിൽ ബി എ ഗുഡ് മദർ. താങ്ക് യു സോ മച്ച്. കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.